ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എത്ര ദിവസം ഇവിടെ കിടക്കണോന്ന് വല്ലതും മറ്റും ഒന്നും അറിയില്ല ശാരദാമ്മേ. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതെന്നെ വലിയ സമാധാന. ഈശ്വര. അല്ല, നാളെ വീട്ടിൽ നിന്ന് വരുമ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും കൊണ്ടുവരണോ? അമ്മ ഇനി എന്തായാലും 2 ദിവസം ഇവിടെ കിടക്കേണ്ടി വരില്ലേ? എന്നാ പിന്നെ രാവിലെ ഞാൻ കുറച്ച് കഞ്ഞിയും കൂടെ കൊണ്ടുവരാം. പൊടിയേരി കഞ്ഞിയും ചമ്മന്തി ആവുമ്പോ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാലോ. എന്നാ പിന്നെ സമയം കളയണ്ട, നിങ്ങൾ ഇറങ്ങിക്കോ. പപ്പി, സത്യ വിളിക്ക. വാ സത്യേ, നമുക്ക് നാളെ വന്ന് ചേച്ചിയമ്മയെ കാണാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരില്ലെന്ന്. ഞാൻ എന്റെ അമ്മയെ കാണാതെ ഒരിടത്തേക്കും വരില്ല. മോളെ, നിർബന്ധം പിടിക്കാതെ. അമ്മയെ ഇപ്പൊ അവര് കാണിക്കില്ല. ഇല്ല, എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ വെറുതെ വാശി കാണിക്കല്ലേ മോളെ. ഇതിനുള്ളിലേക്ക് ആരും കയറ്റി വിടില്ല. അമ്മയെ റൂമിലേക്ക് മാറ്റുമ്പോ മോക്ക് കാണാം. വരില്ലെന്ന് പറഞ്ഞാ വരില്ല. നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടെ നിന്നോളാം. അമ്മേ, മോളെ അച്ഛൻ പറയുന്ന കേക്ക്. മോളെ ഇവിടെ അങ്ങനെ നിക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ അച്ഛൻ പറയണേ. അതെന്താ മോള് മനസ്സിലാക്കാത്ത? ഞാൻ പോകില്ലെന്ന് പറഞ്ഞാ പോകില്ല, പോകില്ല. നിനക്കെന്താ സത്യം പറഞ്ഞ മനസ്സിലാവില്ലേ? മോനെ, ഡോക്ടർ പറഞ്ഞാൽ അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. നിനക്കെന്താ അത്ര വാശി? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ. മോളിങ്ങി വന്നേ. വാ മോളെ. ശാരദാമ്മേ, അമ്മ. ശാരദാമ്മ ഒരു കാര്യം പറയട്ടെ. മോള് വാ. നല്ല കുട്ടിയല്ലേ. എനിക്ക് എന്റെ അമ്മയെ കാണണം. വന്നേ. എനിക്ക് അമ്മയെ കാണണം. എന്റെ സത്യമോളെ, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. അമ്മയ്ക്ക് വയ്യാതെ കിടക്കല്ലേ. അതിനകത്തേക്ക് പിള്ളേരെ കേറ്റൂല. അതെന്താ മോൾക്ക് മനസ്സിലാവാത്തെ? എനിക്ക് അമ്മയില്ല, അച്ഛനും ഇല്ല, ആരുമില്ല. എന്നെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ നാളെ വരത്തുമില്ല. പക്ഷെ ഞങ്ങള് നാളെ വരുന്നുണ്ട്, അല്ലേ അമ്മേ? ചേച്ചിയമ്മയെ കാണാൻ നമ്മൾ നാളെ വരുന്നില്ലേ അമ്മേ? ഞാൻ വരില്ല. വരില്ലെങ്കി വരണ്ട. പക്ഷെ എനിക്ക് എന്റെ മോളെ കാണാതിരിക്കാനാവില്ലല്ലോ. ഞാൻ വരും. അപ്പൊ എങ്ങനെയാ അമ്മേ? നമുക്കെല്ലാവർക്കും കൂടി നമ്മുടെ വീട്ടിലേക്ക് പോയാലോ? അത് വേണ്ട മോളെ. പപ്പിയും കൂട്ടി മോള് സത്യാമ്മയുടെ അടുത്തേക്ക് തന്നെ പോണം. വിഷ്ണുവും അവിടെ ഇല്ല. ഈ സമയത്ത് നീയും കൂടി മാറി നിന്നാൽ സത്യാമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനൊക്കില്ല. എന്തേലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അവര്. നമ്മളായിട്ടൊരു വഴി തെളിയിക്കണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ പോവാം. കയറി ചെല്ലുമ്പോ എന്തെങ്കിലുമൊക്കെ പറയും. വിഷ്ണുവേട്ടൻ കൂടി ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ ദേഷ്യം എന്നോട് തീർക്കുകയും ചെയ്യും. അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നിന്നാ മതി. എത്രയൊക്കെ പറഞ്ഞാലും നിന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയ വീടാണത്. അത് കഴിഞ്ഞ് നിന്റെ സ്വന്തം വീടിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാവൂ. അമ്മളെ ഓട്ടോയ്ക്ക് കാശുണ്ടല്ലോ അല്ലേ? ഉണ്ടമ്മേ. എന്നാ പൊയ്ക്കോ. പോട്ടെ സത്യേ. അപ്പൊ നിങ്ങളുടെ വഴക്കൊക്കെ മാറിയോ? എന്നാലും നാളെ ഞാൻ വരില്ല. ഓ, വരണ്ട. നമുക്കിപ്പൊ വീട്ടിലേക്ക് പോവാമോ?